ഇന്നലെ നമ്മൾ ഈ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യാനായിട്ടുള്ളത് ട്രേസ് ചെയ്യുന്നതായിരുന്നു കാണിച്ചത്. അപ്പോൾ ഇനി ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? ഡിസൈൻ വർക്കൗട്ട് ചെയ്യുക, അതേ ഉള്ളൂ. ഇത് സിമ്പിളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു B7000 എന്ന് പറയുന്ന ഒരു ഗമ്മും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയിൻ സ്റ്റോണും എടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് കളറിൽ പേൾസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വരച്ചതിൻ്റെ മണ്ടയിൽ കൂടെ ആദ്യം ഒന്ന് പശയൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചെയിൻ സ്റ്റോൺ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്റ്റോണാണ്, അത് കഴിഞ്ഞിട്ട് ഒരു പേളാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കോമ്പിനേഷനിലുള്ളൊരു ചെയിൻ സ്റ്റോൺ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു റയറായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇതായിരുന്നു വാങ്ങിച്ചത്. സാധാരണ സ്റ്റോൺ മാത്രമായിട്ടുള്ളതാണല്ലോ വരുന്നത്, ഇത് രണ്ടും കൂടെ മിക്സഡാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റിച്ചൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, ഓരോ ചെയിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ചെയ്തില്ല, പകരം ഞാൻ ഒട്ടിച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ 2 ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട്. ഇപ്പോൾ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് 2 ഫ്ലവർ വന്നിരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ പേൾസ് എടുത്തിട്ട് ആ സെൻറ്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന റൗണ്ട്സിന് ചുറ്റുമായിട്ട് ഒരു വലിയ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറുത് എന്ന ലെവലിൽ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സ് ഞാൻ ഒട്ടിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, അത് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഈ ഒരു കഫ്താൻ്റെ. അപ്പോൾ ഇതിൻ്റെ